ഓം ശാന്തി. ഓം ശാന്തി. ഇന്ന് നമ്മൾ സുന്ദരകാന്ഡത്തിലേക്ക് കടക്കുകയാണ്. സമുദ്രലംഘനം. സീതയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ നാനാഭാഗത്തേക്കും വാനരന്മാരെ വിടുകയാണ്. അതിലൊരു ഗ്രൂപ്പ് തെക്കോട്ട് വന്നവർ അവരന്വേഷിച്ച് അവസാനം എത്തിയത് സമുദ്ര തീരത്തേക്കാണ്. അപ്പം ഇനി അതിവിശാലമായ സമുദ്രം മുന്നിൽ എന്ത് ചെയ്യാനാ? അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. രാമലക്ഷ്മണന്മാരുടെ അമ്പേറ്റ് മരിക്കാനായിരിക്കും നമ്മുടെ ഗതി. ഇനിയിപ്പോൾ എന്തായാലും ഈ സമുദ്രം ചാടിക്കടക്കാനും ഇനി മുന്നോട്ട് പോയിട്ട് അന്വേഷിക്കാനും നമുക്ക് പറ്റില്ലല്ലോ, എന്തപ്പം ചെയ്യുക? ഇവരുടെ സംസാരം എല്ലാം കൂടെ കേട്ടുകൊണ്ട് അവിടെ അടുത്തൊരു ഗുഹയിൽ സമ്പാദി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട്. അപ്പോൾ ഈ വാനരന്മാർ ജഡായുവിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാമൻ്റെ മടിയിൽ കിടന്ന് ജഡായു മരിച്ച കഥ. രാവണൻ സീതയെ കൊണ്ടുപോകുമ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജഡായു പോയി ചിറകുകൊണ്ട് അടിക്കും. അപ്പോൾ വാളുകൊണ്ട് വെട്ടും രാവണൻ. അപ്പം അങ്ങനെ താഴെ വീണതും രാമൻ കാണുന്നതും രാമൻ്റെ അടുത്ത് കഥയെല്ലാം പറഞ്ഞിട്ട് അവസാനം രാമൻ്റെ മടിയിൽ കിടന്ന് തന്നെ ജഡായു മരിക്കും. അപ്പോൾ ഈ സമ്പാദിയും ജഡായുവും സഹോദരങ്ങളാണ്. അപ്പോൾ തൻ്റെ ആ സഹോദരി സ്നേഹം പെട്ടെന്ന് ജഡായുവിൻ്റെ കാര്യം പറയുമ്പോഴേക്കും സമ്പാദി ആരാ ഇവർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കും. അപ്പം മനസ്സിലാവും ജഡായു മരിച്ചു. അപ്പോൾ ഇവരുടെ സഹായത്തോടെ ക്രിയയൊക്കെ ചെയ്യും. അവസാനം സമ്പാദി പറയും, ഞാൻ കണ്ടതാണ് പുഷ്പവിമാനത്തിൽ സീതയെ ഈ വഴിക്കാണ് കൊണ്ടുപോയത്. ഈ സമുദ്രത്തിൻ്റെ അങ്ങേ തലക്കിൽ കാണുന്നത് ലങ്കയാണ്, അവിടേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ വാനരന്മാർക്ക് കാര്യം മനസ്സിലായി എവിടെയാണെന്ന്. പക്ഷേ എങ്ങനെ സമുദ്രം കിടക്കും? അപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ജാമ്പവൻ പറയിച്ചോ, ഞാൻ വയസ്സായി പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചാടിക്കടന്നിട്ടുണ്ടാവും. അങ്കദം പറയും, അങ്ങോട്ട് ചാടാനൊക്കെ എനിക്ക് ശക്തിയുണ്ട്, പക്ഷെ തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ? അവസാനം ജാമ്പവൻ ചോദിക്കുക, എവിടെ ഹനുമാന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഹനുമാന് ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ ശാപം കാരണം ഹനുമാന്റെ ശക്തികളെല്ലാം ഉറങ്ങിക്കിടക്കുക. പക്ഷേ അതിൻ്റെ കൂടെ ഒരു വരവും കൂടി ഉണ്ട്. ഇപ്പോൾ ലോകമംഗളത്തിന് വേണ്ടി ആരെങ്കിലും ആ ശക്തികളെ ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ ആ ശക്തികളെല്ലാം തിരിച്ചു കിട്ടും. അപ്പം ജാമ്പവാൻ ഹനുമാനെ വിളിച്ചിട്ട് പറയാണ്, ഹനുമാനെ, നിൻ്റെ ഉള്ളിൽ എത്ര ശക്തിയുണ്ട്. നീ ജനിച്ചു വീണതും സൂര്യനെ പിടിച്ച് പഴമാണെന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ പോയ ആളാണ്. അപ്പം അങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് ഹനുമാൻ്റെ ഉള്ളിൽ തൻ്റെ ശക്തികളെ ഉണർവുണ്ടാവും. ആ ഉണർവോട് കൂടിയിട്ട് നമുക്കറിയാലോ, ഹനുമാൻ ശുദ്ധഭക്തനാ. ഹൃദയത്തിൽ രാമൻ മാത്രമേ ഉള്ളൂ. അപ്പം രാമൻ്റെ സീതയെ കണ്ടെത്തുക എന്നുള്ളത് ഹനുമാനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഹനുമാൻ, ആ പേര് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ദേവേന്ദ്രൻ ഒരിക്കൽ ഹനുമാൻ ഇങ്ങനെ ചാടണ കണ്ടിട്ട് ദേവേന്ദ്രൻ വാളെടുത്തൊരു വെട്ടു കൊടുക്കുന്നതാ ആകാശത്തേക്ക് ഹനുമാൻ ചാടിയപ്പോൾ. അപ്പോൾ താടി മുറിഞ്ഞു. അതാണ് ഹനസ്സിന് മുറിവേറ്റു. അതുകൊണ്ടാണ് ഹനുമാൻ എന്നുള്ള പേര് തന്നെ കിട്ടിയത്. അപ്പോൾ ഹനുമാൻ ചാടാൻ വേണ്ടിയിട്ട് റെഡി, കാരണം തൻ്റെ ശക്തി ഉണർന്നു. അങ്ങനെ ഹനുമാൻ സമുദ്ര ലംഘനം നടത്താണ്. അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്താണ്. അപ്പോൾ സാധാരണ പറയില്ലേ, സമുദ്രം എന്ന് പറഞ്ഞാൽ എത്ര അല്ലേ, അതിവിശാലല്ലേ, അങ്ങോട്ട് കിടക്കല്ലേ പരന്ന്. ഈ സമുദ്ര ലംഘന സമയത്ത് ഹനുമാൻ ചാടുമ്പോൾ ഹനുമാന് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഇടയിൽ വരും. മുഖ്യമായിട്ട് 3 തടസ്സങ്ങളാണ്. അതിൽ ആദ്യത്തേത് സുരസ എന്ന് പറയുന്ന ഒരു രാക്ഷസി വൈം പൊളിച്ചുകൊണ്ട് വരും. കാരണം ആ വഴിക്ക് ആര് കടന്നാലും അതെനിക്കുള്ള ആഹാരമാണ്. അതാണ് രാക്ഷസിക്ക്. രാക്ഷസി വായും പൊളിച്ചിട്ട് വരും. ഹനുമാൻ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടേയിരിക്കും. എത്ര വലുതാകുന്നു അത്ര തന്നെ രാക്ഷസിയും വായെ വലുതാക്കും. അവസാനം വായിക്കുള്ളിൽ പോവും. എന്നിട്ട് ഹനുമാൻ ചെറുതാവും, ഉള്ളിലിരുന്നുണ്ട് ചെറുതായിട്ട് ചെവി കൂടി ഇറങ്ങിപ്പോവും. അങ്ങനെ സുരസയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത മൈനാകപർവ്വതം ഉയർന്നു വരും. ശരി, ഇരുന്ന് വിശ്രമിച്ചോ പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഇരിക്കില്ല ഹനുമാൻ, കാരണം രാമദൂത് അതാണ് ലക്ഷ്യം. അടുത്തത് ഛായാഗ്രഹിണി വരും വിഴുങ്ങാൻ. അപ്പം നിഴലിൽ പിടിച്ച് വിഴുങ്ങും. ആളെ കിട്ടണ്ട, നിഴലിനെ വിളിച്ചാൽ ആൾ ഉള്ളിപ്പോവും. അതാണ്. അപ്പോൾ ഈ 3 വലിയ തടസ്സങ്ങൾ ഹനുമാൻ
രാമൻ്റെ ശക്തിയുടെ, സ്മരണയുടെ ശക്തിയിൽ അതിജീവിക്കുകയാണ്. അപ്പോൾ ഈ 3 തടസ്സങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, നമ്മളും സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും പറഞ്ഞാൽ സമുദ്ര ലംഘനാർത്ഥം സംസാര സാഗരം നീന്തിക്കിടക്കണം എന്നല്ലേ പറയാ. ലോക ജീവിതത്തെ സംസാര സാഗരം എന്നാ പറയാ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ കടലുമായിട്ട് ബന്ധിപ്പിക്കാൻ എന്താ കാരണം? കടലിലെ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും സാഹസികതയാർന്നതാ. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതയാത്ര അതേപോലെ തന്നെയാ അല്ലേ? എന്തെല്ലാം സാഹസങ്ങളുണ്ട്. ഒരു കടലിൽ നോക്കൂ, വലിയ വലിയ സ്രാവുകളും തിമിംഗലങ്ങളും. അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ മുന്നിലും ചിലര് സ്രാവ് പോലെ നമ്മളെ പിടിച്ചു വിഴുങ്ങാൻ തിമിംഗലം പോലെ വരുന്നവരുണ്ട്. പിന്നെ ചുഴികളുണ്ട് നമ്മളെ ഇല്ലാണ്ടാക്കുന്ന തരത്തില്, അല്ല, ഐസ്ബർഗുകളുണ്ട് കടലില്. വേലിയേറ്റം വേലിയിറക്കമുണ്ട്. ചില സമയത്തിൽ ഉയർച്ച ജീവിതത്തിൽ, ചില സമയത്ത് ചിലവര് നമ്മളെ പ്രശംസിക്കും, ചിലര് നമ്മളെ നിന്ദിക്കും. ചിലപ്പോൾ ലാഭം വരും, ചിലപ്പോൾ നഷ്ടം വരും. അപ്പം അതുകൊണ്ട് ജീവിതയാത്ര, അതുകൊണ്ടാണ് കടലിനോട് ഉപമിക്കുന്നത്. കടലിൽ നടക്കുന്ന എല്ലാ തരത്തിലുള്ള കയറ്റിറക്കങ്ങളും എവിടെയുണ്ട്? നമ്മുടെ ജീവിതത്തിൽ. എപ്പോഴും ഓളങ്ങളാ, മേലെ തിരമാലകളാ. അതുപോലെ നമ്മുടെ ജീവിതയാത്രയിലും ഇങ്ങനെയുള്ള സംഭവ ബഹുലമാണ് നമ്മുടെ ജീവിതയാത്ര. ഇതിനെ എല്ലാം മറികടന്നാലേ നമുക്ക് എവിടെ എത്താൻ പറ്റുള്ളൂ. അതാണ് ചാടിക്കടക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രോസ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നമ്മളതിൽ മുങ്ങിപ്പോവും. അപ്പം ഇതിനെ ക്രോസ് ചെയ്ത് അങ്ങേയറ്റത്ത് എത്തണം. കാരണം ജീവിത ലക്ഷ്യം എന്താണ്? സംസാര സാഗരം നീന്തി കടന്നിട്ട് രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിം. അതാണ് ലക്ഷ്യം. അവസാനം രാമപാദം ചേരണം. അതിൻ്റെ ഇടയിൽ വെച്ച് പലതും നമ്മൾ കാണും. ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ യാത്രയല്ലേ, സൈഡ് സീനുകളായിട്ട് പലതും വരും. ഇതിലൊക്കെ കണ്ട് മുഴുകി നിന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. ഒരു യാത്രയിൽ തന്നെ പോകുമ്പോൾ നോക്കിക്കോളൂ, ഭംഗിയുള്ള പല കാഴ്ചകൾ 2 സൈഡിലും ഉണ്ടാവും. നമ്മൾ അതും നോക്കി നിന്നാലോ നമ്മൾ എവിടേക്ക് പോകാനാണ് ഇറങ്ങി അവിടെ എത്തൂ? അതേപോലെ ജീവിതയാത്രയിൽ നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് എയിം, ഓബ്ജക്റ്റ്, പരമമായ ലക്ഷ്യം മാനവ ജീവിതത്തിൻ്റെ എന്ത് തന്നെയാണ്? നമ്മൾ എവിടെ നിന്ന് വന്നു, ഇവിടെ ജീവിതയാത്രയൊക്കെ പൂർത്തിയാക്കിയിട്ട് നമ്മൾ ആത്മാവാണ് ഇവിടെ യാത്ര ചെയ്യണേ. അവസാനം ഈ ജീവിതയാത്ര പൂർത്തിയാക്കിയിട്ട് നമുക്ക് എല്ലാവർക്കും എവിടേക്ക് തിരിച്ചു പോകണം? രാമപാദം ചേരണം. പരമാത്മ പിതാവിൻ്റെ അടുത്തുനിന്ന് വന്നവരാണ്. നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കിയിട്ട് എവിടെ തന്നെ എത്തണം? സർവശക്തിവാന്റെ അടുത്തെത്തണം. ഇനി ഈ ജീവിതയാത്രയിൽ ഓരോ ജന്മത്തിലും നമ്മൾ നോക്കിക്കോളൂ, യാത്ര ഇവിടെ നടത്തുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോഴെന്താ ലക്ഷ്യം? സുഖവും ശാന്തിയും സന്തോഷവും സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കണം. അപ്പം ആ ലക്ഷ്യം നമ്മൾ പൂർത്തിയാക്കണമെങ്കിൽ ഇടയിലിടയിൽ വരുന്ന ഈ സൈഡ് സീനുകളാണ്, ഇത് വഴിയോര കാഴ്ചകൾ മാത്രമാണ്, അത് ബോധ്യപ്പെടണം നമുക്ക്. ഹനുമാനെ അതുകൊണ്ട് ഒരു തടസ്സത്തിനും തടയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ആദ്യം തടയാൻ വന്നതാരാ? സുരസ. സുരസ എന്ന് പറഞ്ഞാൽ അല്ലേ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ചെവി, നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ എപ്പോഴും എന്ത് ചെയ്യും? നമ്മളെ പിടിച്ച് വിഴുങ്ങാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ഇല്ലാണ്ടാക്കുന്ന ഇന്ദ്രിയ ആകർഷണങ്ങൾ നിറയെ വരും. രാക്ഷസിയെ പോലെ വരും. ആ രാക്ഷസിയുടെ വായിൽ പെട്ടുപോകാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ സാക്ഷരരായിരിക്കണം. രാക്ഷസനിൽ നിന്ന് രക്ഷപ്പെടാൻ സാക്ഷരര് മീൻസ് വിവേകം വേണം, നമുക്ക് അറിവ് വേണം, ജ്ഞാനം വേണം. ജ്ഞാനം കിട്ടിയപ്പോഴാണ് നമ്മൾ കണ്ടില്ലേ, രത്നാകരൻ രാക്ഷസനായിരുന്നു, സാക്ഷരനായപ്പോൾ എന്തായി? പരിവർത്തനം വന്നു. അതേപോലെ നമുക്കും ജീവിതയാത്രയിൽ എന്ത് വേണം? ആധ്യാത്മിക ജ്ഞാനം. ആ സാക്ഷരത നമുക്ക്, ആത്മവിദ്യ കിട്ടാതെ, നമ്മൾ ആരാണെന്നുള്ള ബോധമില്ലാതെ, ജീവിതയാത്ര എന്താണെന്ന് തിരിച്ചറിയാതെ, ജീവിതത്തിൻ്റെ ആദ്യമധ്യ അന്ത്യത്തെക്കുറിച്ചുള്ള അറിവ്, ആ സാക്ഷരത വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ രാക്ഷസീയ സ്വഭാവങ്ങളുടെ, സംസ്കാരങ്ങളുടെ പിടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ ഇന്ദ്രിയങ്ങളുടെ മുന്നിൽ നമുക്ക് ജയിക്കാനല്ലാതെ പറ്റില്ല. അടുത്തത് ഹനുമാനെ തോൽപ്പിക്കാനായിട്ട് ആരാ വന്നേ? മൈനാക പർവ്വതം. നമ്മൾ നമ്മുടെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ നോക്കൂ, സംസാര സാഗരം നീന്തി കടക്കാൻ ശ്രമിക്കുമ്പോൾ പല മൈനാക പർവ്വതങ്ങളും നമ്മുടെ മുന്നിൽ ഉയർന്നു വരും, മല പോലെ. പർവ്വതം എന്ന് വെച്ചാൽ ഹൈറ്റാണ്. അപ്പം നമുക്ക് വലിയ ഹൈറ്റുകളിലേക്ക് കയറാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാവർക്കും പേര് കിട്ടും. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ വീട്ടിലുള്ളവരും, ഇപ്പം നമ്മൾ നോക്കൂ, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ വീട്ടിലും നാട്ടിലും സ്കൂളിലും എല്ലാം നമുക്ക് പേര്, പ്രശസ്തി കിട്ടും. അല്ലെ നല്ലൊരു പാട്ടുകാരനാണ്, പാട്ടുകാരിയാണ്, അല്ലെ ഡാൻസുകാരിയാണ്, അപ്പോഴും നമുക്ക് പേരും പ്രശസ്തിയും കിട്ടും. നല്ലൊരു കളിക്കാരനാണ്, അല്ലേ? അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല, നമുക്കൊരു ജോലി കിട്ടി, ആ ജോലിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് നിറയെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയെന്നിരിക്കട്ടെ, ഏത് പോസ്റ്റിലാണെങ്കിലും, അപ്പോഴും നമുക്ക് പേരും പ്രശസ്തിയും അവാർഡും
പദവികളും പ്രൊമോഷൻസും ഒക്കെ കിട്ടും. ഇതെല്ലാം ഏതാണ്? മൈനാക പർവ്വതമാണ്. ആ മല പോലെ നമ്മൾ ഉയരുന്ന സമയത്ത്, നമുക്ക് ഹൈറ്റ് കൂടുന്ന സമയത്ത് നമ്മൾ അവിടെ കുത്തിയിരുന്നിട്ടാ ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, എനിക്ക് ഇത്രയും പേര് കിട്ടി, പ്രശസ്തി കിട്ടി, ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ സുന്ദരിയാണ്, പണ്ഡിതനാണ്, ഇത്രയും പൈസയുള്ള ആളാണ്, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പർവ്വതത്തിൽ കിട്ടിയ പേരിൻ്റെ പ്രശസ്തിയുടെ പർവ്വതത്തിൽ എവിടെയെങ്കിലും കുടുങ്ങിയ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പുറം എത്താൻ പറ്റില്ല. പലർക്കും അതാ സംഭവിക്കണം. ഇത്തിരി പേരും പ്രശസ്തിയൊക്കെ കിട്ടി കഴിയുമ്പോഴേക്കും എന്താവും? ചിലപ്പോൾ അഹങ്കാരം വരും. ആ അഹങ്കാരത്തിൽ നമ്മൾ അധപ്പതിച്ചു പോകും. അതുകൊണ്ട് ജീവിതയാത്രയിൽ ഒരിക്കലും, കാരണം ഹനുമാന്റെ ഹൃദയത്തിൽ രാമനുണ്ടായിരുന്നത് കൊണ്ട് ഒരിക്കലും ആൾക്ക് വിശ്രമ ലക്ഷ്യം ഉണ്ടായിരുന്നു. ലക്ഷ്യം എന്തായിരുന്നു? പറയാറില്ലേ, ആരാം ഹറാം എന്നാ പറയാം. വിശ്രമം ഹറാമായിരുന്നു. ലക്ഷ്യപ്രാപ്തിയിലെത്തും വരെ. ലക്ഷ്യപ്രാപ്തി എന്താണ്? സീതയെ കണ്ടെത്തണം. രാമന്റെയും സീതയുടെയും സമാഗമം നടക്കണം. ആത്മാവും പരമാത്മാവും കൂടെ ചേരും വരെ, നമുക്ക് ആത്മാക്കൾക്ക് പരമാത്മ സന്നിധാനത്തിൽ എത്തും വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതയാത്രയിൽ റെസ്റ്റ് ഇല്ല. അത് ഹനുമാനും വേണം. ഹനുമാന്റെ ലക്ഷ്യം എന്താ? ആത്മാവിനെയും പരമാത്മാവിനെയും കൂടെ അടുപ്പിക്കുക, സമീപത്തേക്ക് കൊണ്ടുവരിക, കൂട്ടിച്ചേർക്കുക. രാമൻ, ശരിക്കും ഹനുമാൻ ഒരു രാമദൂതന, ഈശ്വരീയ സന്ദേശവാഹകര. ഇത് ഭക്തർക്കുള്ള ഒരു നല്ല സന്ദേശമാണ്. കാരണം ഭഗവത് സേവ ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. ആധ്യാത്മിക ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നവർ, ഭക്തി സ്ഥലങ്ങളിൽ, ക്ഷേത്രങ്ങളിലും സത്സംഗങ്ങളിലും എല്ലാം സേവനം ചെയ്യുന്ന സേവകർക്ക്, എല്ലാ ഈശ്വരീയ സേവാധാരികൾക്കും ഉള്ള ഭഗവാന്റെ ഒരു സന്ദേശം. മക്കളെ, നിങ്ങളും എൻ്റെ സേവനങ്ങൾ ചെയ്യുമ്പോൾ, രാമദൂതന്മാരായിട്ട് അനേക സേവനങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കും പേരും പ്രശസ്തിയും കിട്ടും. നന്നായിട്ട് പ്രഭാഷണം ചെയ്യുന്ന ആളാണ്, നന്നായിട്ട് ധ്യാനം ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആശ്രമത്തിൽ നന്നായിട്ട് സേവ ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തിൽ നല്ല സേവികയാണ്, സേവകനാണ്. ഇങ്ങനെയുള്ള പേരുകളും പ്രശസ്തികളും കിട്ടിയിട്ട് നിങ്ങൾ മക്കൾ ഓർമ്മിക്കണം. അതെന്ത് ചെയ്യും? നിങ്ങളെ കുടുക്കി, നിങ്ങളെ റെസ്റ്റ് അടിപ്പിക്കുന്ന മൈനാക പർവ്വതമാണ്. അവിടെ കുടുങ്ങി ഇരിക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഇതൊന്നുമല്ല. നന്നായിട്ട് പ്രഭാഷണം പറയണതല്ല ലക്ഷ്യം. പിന്നെയോ നമുക്ക് സ്വയം നന്നാവണം. എനിക്ക് നല്ലതാവണം. എൻ്റെ ഉള്ളിലെ കുറവുകളെല്ലാം തീരണം, പൂർണ്ണതയിലെത്തണം. അപ്പോഴേ രാമപാദം ചേരാൻ ഞാൻ യോഗ്യയാകണുള്ളൂ. അപ്പം ഇതെല്ലാം ഭഗവാന്റെ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് എന്നെ നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഈ കാര്യം കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ഹനുമാൻ നമുക്ക് ആ സന്ദേശം നൽകുകയാണ്. മൈനാക പർവ്വതത്തിൽ ഹനുമാൻ ഒരിക്കലും എന്ത് ചെയ്തില്ല? ഇരുന്ന് റെസ്റ്റ് എടുത്തില്ല. ലക്ഷ്യപൂർത്തീകരണം മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മളും എല്ലാവർക്കും ഓർമ്മ വേണം. ജീവിതയാത്രയിൽ ഒരു കുടുംബത്തിലിരിക്കുമ്പോഴും ഒരു ഓഫീസിലാണെങ്കിലും കുട്ടികൾ പഠിക്കുന്നവരാണെങ്കിലും ലക്ഷ്യത്തിലെത്തണം. ഇപ്പം എത്ര കുട്ടികൾ നോക്കൂ, പഠിക്കാൻ സ്കൂളിൽ വിടും, സ്കൂളിൽ പോയിട്ട് കോളേജിൽ പോയിട്ട് വേറെ ബിസിനസ് ചെയ്യും. അവിടെ പോയി തനിക്കുള്ള ആളെ കണ്ടുപിടിക്കുക, ആണ് പെണ്ണിനെ പുരുഷനെ കണ്ടുപിടിക്കുക, പുരുഷന്മാർ പോയി തനിക്കുള്ള പെൺകുട്ടികളെ കണ്ടുപിടിക്കുക. പോയതെന്തിനാ? പഠിക്കാൻ. കല്യാണപ്രായമാകുമ്പോൾ മകന് കല്യാണപ്രായമായി എന്ന് അച്ഛനും അമ്മയ്ക്കും അറിയാമല്ലോ, അവരാ ജോലി ചെയ്തോളില്ലേ. ചിലരെന്താ ചെയ്യുക? സ്കൂളിലും കോളേജിൽ പോയി ചെന്നിട്ട് ചില വളരെ ദുർജനങ്ങളുടെ കൂട്ടുകെട്ടിൽ പോയി പെട്ടിട്ട് വല്ല അധോലോക സംഘങ്ങളും മാഫിയ സംഘങ്ങളും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകൾ ചെയ്യുന്നവരുടെ കൂട്ടുകെട്ടിൽ പോയി കുടുങ്ങും. അവർ വല്ല പൈസയും പദവിയും സാധനവും ഒക്കെ ഇത്തിരി അല്പപ്രാപ്തി കിട്ടുമ്പോഴേക്കും അതിൽ കുടുങ്ങി ഇരിക്കും. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുടുക്കിലൊന്നും പോയിട്ട് കുടുങ്ങരുതെന്നുള്ള സന്ദേശം. മൂന്നാമത്തെ ആളാരാണ്? ഛായാഗ്രഹിണി. അതാണ് ഹനുമാനെ തടയാൻ വേണ്ടിയിട്ട് വരുന്നത്. ഛായാഗ്രഹിണിയുടെ പ്രത്യേകത എന്താ? നിഴലിനെ പിടിച്ചു കഴിഞ്ഞാൽ ആള് വായിൽ വരും. എൻ്റെ അർത്ഥം എന്താ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ നിഴല് പോലെ പിന്തുടരുന്നത് ഏതാണ്? നമ്മുടെ സ്വഭാവങ്ങളും സംസ്കാരങ്ങളും ശീലങ്ങളുമാണ്. അപ്പം നമ്മളെ നശിപ്പിക്കാൻ, നമ്മളെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ ദുശീലങ്ങൾക്കും ദുസ്വഭാവങ്ങൾക്കും മാത്രമേ കഴിയൂ. വേറൊരാൾക്ക് നമ്മളെ നശിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം. ഒരു മദ്യപാനിയുടെ ജീവിതം അല്ലെങ്കിൽ പുകവലിക്കുന്ന ഒരാളുടെ ജീവിതം കത്തിക്കരിഞ്ഞു പോവുക മഹാരോഗങ്ങൾ കൊണ്ട്. വേറെ ആരുമല്ല നശിപ്പിച്ചത്. ആയുസ് 90 വയസ്സാണെങ്കിൽ ചിലപ്പോൾ 50 വയസ്സിലെ ആള് പോയി കിട്ടും. കാരണം എന്താ? തൻ്റെ ദുശീലം, ആ നിഴല് തന്നെ നശിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ ഓരോരുത്തരും ഇത്രയധികം ശ്രദ്ധാലുക്കളായിരിക്കണം. ചിലർ കണ്ടിട്ടില്ലേ, ഇത്രയും ക്രോധിയാണ്,
ചിലർക്ക് ക്രോധം കൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കാണ് വരണം. ദേഷ്യപ്പെട്ട് ഒരു ദിവസം ഹാർട്ട് അറ്റാക്കിൽ വന്ന് തന്നെ മരിക്കുക. എത്ര പേരങ്ങനെ മരിക്കണം? ഇത്രയധികം രോഗങ്ങൾ തന്നെ നോക്കൂ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന റിസർച്ചുകൾ പറയണത്. പണ്ടൊക്കെ ഒരാൾക്ക് കൊളസ്ട്രോൾ ഒക്കെ വന്നാൽ പറയില്ലേ, എണ്ണ സാധനങ്ങൾ കൂടുതൽ കഴിക്കരുത്, കൊഴുപ്പ് കൊണ്ടാണ് ഹാർട്ട് പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ പക്ഷേ ലേറ്റസ്റ്റ് റിസർച്ച് പറയണേ കൊഴുപ്പിന് 2ാം സ്ഥാനമേ ഉള്ളൂ, 1ാം സ്ഥാനം ദേഷ്യത്തിനാ. അപ്പൊ നമ്മുടെ തന്നെ ജീവിതത്തെ നശിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ തന്നെ ഉള്ളിലെ ചില ദുശീലങ്ങള്, ചില ദുസ്വഭാവങ്ങള്, ചില ദുർവികാരങ്ങള്. അത് ഛായാഗ്രഹിണിയാ. അത് നമ്മളെ തന്നെ എന്ത് ചെയ്യും? നശിപ്പിക്കും, ഇല്ലാണ്ടാക്കും. പക്ഷെ ഹനുമാൻ ഇത് 3ന്റെ പിടിയിൽ പെട്ടില്ല. ഇന്ദ്രിയങ്ങളുടെ ചഞ്ചലതയിലും പെട്ടില്ല, റെസ്റ്റ് എടുത്തില്ല. എടുത്തോളൂ പറഞ്ഞിട്ട് മല വന്നു, പക്ഷെ അവിടെ ഇരുന്നില്ല, കുടുങ്ങിയില്ല. അടുത്തത് നിഴല്. ഒരു ദുശീലത്തിനും ദുസ്വഭാവത്തിനും എന്ത് ചെയ്യാൻ പറ്റിയില്ല. തൻ്റെ തന്നെ ദുർബലതകളുടെ പിടിയിൽ പെട്ടിട്ടും ഹനുമാൻ തോറ്റുപോയില്ല. സമുദ്ര ലംഘനം നടത്താൻ അതുകൊണ്ടാണ് കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈ സമുദ്ര ലംഘനം, നമ്മളും ജീവിക്കുകയാണല്ലോ, സംസാര സാഗരം കടന്ന് നമുക്കും പോകണ്ടേ, അപ്പുറത്തെത്തണ്ടേ, രാമപാദം ചേരണ്ടേ. അപ്പം എന്ത് ചെയ്യണം? നമുക്കും എല്ലാവർക്കും ഒരു ജാമ്പവാന്റെ ആവശ്യമുണ്ട്. ആരാ ജാമ്പവാൻ? നമുക്ക് നമ്മുടെ ആന്തരിക ശക്തികളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു തരിക. അതാരാണ്? ഭഗവാൻ. ഈശ്വരൻ തന്നെ ജാമ്പവാന്റെ രൂപത്തിൽ വന്ന് അന്തരാത്മാവിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ കുറിച്ച്, നമ്മുടെ ഉള്ളിലുള്ള ബലം എന്താ, കരുത്തെന്താ, ഓരോ ജീവാത്മാവിന്റെ ഉള്ളിലും. ഇത് ഒരാളുടെയോ 2ആളുടെയോ ഒരു ഹനുമാന്റെ കാര്യമല്ല, പിന്നെയോ നമ്മളെല്ലാ ഹനുമാന്മാരുടെ ഉള്ളിൽ ഇത്രയും പവേഴ്സ് ഉണ്ട്. വിചാരിച്ച സർവേന്ദ്രിയങ്ങളെയും ജയിക്കാൻ പറ്റും. നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കൂ, എത്ര പേരങ്ങനെയുണ്ട്, എത്ര നല്ല ആൾക്കാരുണ്ട്, നല്ല രീതിയിൽ ജീവിക്കണം. ഇപ്പോഴും നോക്കൂ, കലിയുഗത്തിന്റെ ഈ അവസാന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര നല്ല സ്വഭാവങ്ങളോടെ, നല്ല സംസ്കാരങ്ങളോടുകൂടി, നല്ല നിലയിൽ ജീവിതയാത്ര പൂർത്തിയാക്കുന്നവരുണ്ട്. ജീവിതത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർ എത്ര പേരാ, എന്തെല്ലാം ഫേസ് ചെയ്യേണ്ടി വന്നിട്ട്. ഇപ്പൊ ഗാന്ധിജിയുടെ ഒക്കെ ജീവിതം തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. എന്തെല്ലാം അതിജീവിച്ചിട്ടാണ് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അല്ലേ. അപ്പം അതുകൊണ്ട് ജീവിതയാത്രയിൽ നമുക്കും എല്ലാവർക്കും ഭഗവാൻ വന്നിട്ട് ഇപ്പോൾ ഓർമ്മിപ്പിച്ചു തരാം. എന്താ ഓർമ്മിപ്പിച്ചു തരുന്നേ? സമുദ്ര ലംഘനം നടത്തണമെങ്കിൽ എന്ത് വേണം? ആത്മാ പരമാത്മാ സമാഗമം നടക്കണമെങ്കിൽ ഒരു ഹനുമാന്റെ സഹായം വേണം അല്ലേ. നമ്മൾ ഓരോ ഭക്തന്മാര് നമുക്കും നീന്തി കിടക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഹനുമാനെ പോലെ മറ്റുള്ളവരുടെ സേവനവും ചെയ്യണം. അതിന് നമ്മുടെ ഹൃദയത്തിൽ രാമൻ എപ്പോഴും വേണം. കാരണം രാമനാണ് ജാമ്പവാനെ പോലെ നമുക്ക് നമ്മുടെ ശക്തികളെ നിത്യേന ഓർമ്മിപ്പിച്ചു തരുന്നത്. അപ്പൊ സത്സംഗത്തിൽ ശരിക്കും എന്താ നടക്കണേ? ജാമ്പവാൻ ഓർമ്മിപ്പിക്കുന്ന ആ പ്രക്രിയയാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിത്യ സത്സംഗത്തിലൂടെ നമ്മുടെ തന്നെ ആന്തരിക ശക്തികളുടെ കരുത്ത് നമ്മൾ മനസ്സിലാക്കുക, അതിനെ നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കണം. വേറെ അത്ഭുത വിദ്യയൊന്നും അല്ല, വേറെ മാജിക് ഒന്നും അല്ല. ഒന്ന് നമ്മുടെ ശക്തി, മറ്റൊന്ന് പരമാത്മ ശക്തി. ഇത് രണ്ടും തിരിച്ചറിയാം. ജ്ഞാനബലം, യോഗബലം. ഈ 2 ബലം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ഉയരത്തിൽ പറക്കാൻ അപ്പോഴേ പറ്റുള്ളൂ. ഉയരത്തിൽ, പക്ഷെ ഉയരത്തിൽ നമ്മൾ സ്വയം പറക്കാനും ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന പലരും നമ്മളെ സഹായിക്കുകയും ചെയ്യും. നോക്കൂ, സീതയെ രക്ഷിക്കാൻ വേണ്ടി ഉയരത്തിൽ പറന്നു ജഡായു, പക്ഷെ രാവണൻ എന്ത് ചെയ്തു? അതുപോലെ നമ്മളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഭഗവാൻ ആരെയെങ്കിലുമൊക്കെ അയച്ചുകൊണ്ടിരിക്കും. ആരിലൂടെയെങ്കിലുമൊക്കെ ഭഗവാൻ നമുക്ക് അറിവിൻ്റെ വെളിച്ചം തരും. ആ വെളിച്ചം എടുത്തിട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? സമുദ്രലംഘനം നടത്തണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിൽ ആ സങ്കല്പത്തോടു കൂടി സംസാരസാഗരം നമുക്ക് ഓരോരുത്തർക്കും അവരവരുടെ മുന്നിൽ ഏതൊക്കെ തിമിംഗലങ്ങളാണ് വരണത്, ഏതൊക്കെ സ്രാവുകളാണ് വരണത്, അവരവർക്കെല്ലാം അറിയുള്ളൂ അല്ലേ. ഇതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകണ്ടേ? ഹനുമാനായ എനിക്ക് സർവശക്തിവാനായ ഈശ്വരൻ എൻ്റെ ശുദ്ധഭക്തിക്ക് ഫലം നൽകുകയാണ്.
സംസാര സാഗരമെന്ന ജീവിത കടൽ മറികടക്കാൻ ഹൈ ജമ്പാണ് ഇവിടെ ചെയ്യേണ്ടത്. നീന്താൻ പറ്റില്ല, ഹൈ ജമ്പ് ചെയ്ത് അപ്പുറത്ത് പോകണം. അതിനർത്ഥം ഈ സംസാര സാഗരത്തിലൊന്നും ആസ്വദിക്കേണ്ട എന്നുള്ളതല്ല. ഹനുമാൻ കടലും കടലിൻ്റെ കുളിർമയും എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് അക്കരെ എത്തിയത്. അതുപോലെ എനിക്ക് ഈ ജീവിതയാത്രയിൽ നിർവഹിക്കാനുള്ള എല്ലാ കടമകളും കർത്തവ്യങ്ങളും ഏറ്റവും സന്തോഷത്തോടുകൂടി, ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്യുകയും വേണം. പക്ഷേ ഈ കടലിൽ മുങ്ങിപ്പോകാനും പാടില്ല. എൻ്റെയും ജീവിത ലക്ഷ്യം സർവരെ പോലെയും അവസാനം രാമപാദങ്ങളിൽ എത്തിച്ചേരുക എന്നത് തന്നെയാണ്. അവസാനം രാമപാദങ്ങളിൽ എത്തിച്ചേരണമെങ്കിൽ ഇപ്പോഴേ ഹൃദയത്തിൽ രാമന് സ്ഥാനം കൊടുക്കണം. സ്വയം ഭഗവാൻ ജാമ്പവാനെ പോലെ എനിക്ക് സ്മൃതി ഉണർത്തി തന്നുകൊണ്ടിരിക്കുകയാണ്. രാമകഥയിലെ ജീവിത സാരം തേടിയുള്ള ഈ സത്സംഗം കർക്കിടക മാസത്തിൽ സ്വയം ഭഗവാൻ തന്നെ ജാമ്പവാനെ പോലെ എൻ്റെ ആന്തരിക ശക്തികളുടെ തിരിച്ചറിവിൻ്റെ വെളിച്ചം നൽകുന്നതാണ്. ഞാനും സശക്തയാകുകയാണ്. ഇന്ദ്രിയങ്ങളാകുന്ന സുരസകളുടെ വായിൽപ്പെടാതെ പേരോ പ്രശസ്തിയോ സ്ഥാനമോ മാനമോ ജീവിതത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞുവെങ്കിലും അതിലൊന്നും പിടിച്ച് തൂങ്ങിയിരിക്കാതെ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളുമാകുന്ന ഛായാഗ്രഹണിയുടെ നിഴലിൻ്റെ വായിലകപ്പെടാതെ ജീവിതയാത്ര പൂർത്തിയാക്കണം. അതിനെനിക്ക് തീർച്ചയായും കഴിയും. കാരണം എൻ്റെ ഹൃദയത്തിൽ രാമനുണ്ട്. നിത്യസത്സംഗത്തിലൂടെ ഭഗവാനാകുന്ന ജാമ്പവാൻ എനിക്ക് ജ്ഞാനബലവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ ലക്ഷ്യപൂർത്തീകരണത്തിലെത്തിച്ചേരും. ഓം ശാന്തി ശാന്തി.